നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് 3ഇടങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ നിലനിർത്തി മുന്നണികൾ. ചേലക്കരയിൽ ചെങ്കോട്ടക്കാത്ത് LDF, പാലക്കാടും വയനാടും സീറ്റ് നിലനിർത്തി UDF. ചെങ്കോട്ടക്കാത്ത് ചേലക്കര LDF സ്ഥാനാർത്ഥി UR പ്രദീപിന് 12,201 വോട്ടിന്റെ ഭൂരിപക്ഷം. നിലം തൊടാതെ രമ്യ ഹരിദാസ്, ഏഷ്യാതെ അൻവർ ഫാക്ടർ. പാലക്കാട് UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലിന് റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ വിജയം. നഗരസഭാ പരിധിയിൽ BJPക്ക് വോട്ട് കുറഞ്ഞു. LDF 3ാം സ്ഥാനത്ത്. വയനാട്ടിൽ കൊടുങ്കാറ്റായി പ്രിയങ്ക. ലീഡ് നില 3.5 ലക്ഷം കടന്നു. LDF സ്ഥാനാർത്ഥി സത്യൻ മൊക്കോരി 2ാം സ്ഥാനത്ത്. കുന്നംകുളം പാറമ്പാടത്ത് KSRTC ബസ് സ്കൂട്ടറിലിടിച്ച് സ്കൂട്ടർ യാത്രക്കാരിക്ക് ദാരുണാന്ത്യം. ചിറ്റാറ്റുകര സ്വദേശിനി പൊന്നാരശ്ശേരി വീട്ടിൽ ലോഹിതാക്ഷന്റെ ഭാര്യ 52 വയസ്സുള്ള രാജിയാണ് മരിച്ചത്. ദേശീയപാത ആമ്പലൂർ സിഗ്നലിൽ 5 വാഹനങ്ങൾ കൂട്ടിയിടിച്ചു. 4 കാറും ഗുഡ്സ് ഓട്ടോറിക്ഷയുമാണ് അപകടത്തിൽപ്പെട്ടത്. ആർക്കും പരിക്കില്ല. തൃശൂർ പരിശുദ്ധ വ്യാകുലമാതാവിൻ ബസലിക്ക തീർത്ഥകേന്ദ്രത്തിലെ തിരുനാളിന് ഭക്തിസാന്ദ്രമായ തുടക്കം. തിരുനാൾ ദിനമായ നാളെ രാവിലെ 7:30 ആഘോഷമായ പൊന്തിപ്പിക്കൽ ദിവ്യബലിക്കും ദേവാലയ പ്രതിഷ്ഠ ശതാബ്ദി വർഷം ദീപം തെളിയിക്കലിനും ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യ കാർമ്മികത്വം വഹിക്കും. തൃശൂർ ചിൽഡ്രൻസ് ഹോമിൽ നിന്നും ഇന്നലെ രാത്രി മുതൽ കാണാതായ ആൺകുട്ടിയെ പോലീസ് കണ്ടെത്തി. പുഴയ്ക്കലിൽ നിന്നാണ് 10 വയസ്സിൽ താഴെയുള്ള ബാലനെ പോലീസ് കണ്ടെത്തിയത്. പാരമ്പര്യവും ആധുനികതയും സമന്വയിപ്പിച്ച ശ്രീത കളപ്പുരിക്കൽ ചിരട്ടകളിൽ രചിച്ച വേറിട്ട ചിത്രങ്ങളുടെ തൃശൂരിലെ പ്രദർശനം കാഴ്ചക്കാരുടെ മനം കവരുന്നു. 1960 മുതൽ 1990 വരെയുള്ള നല്ല ഓർമ്മകളും ദൃശ്യങ്ങളുമാണ് അതിസൂക്ഷ്മവും സങ്കീർണവുമായി ചിരട്ടകളുടെ ഉൾവശത്തായി ചിത്രങ്ങളായി പുനഃസൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. കുന്നംകുളം ഉപജില്ലാ കലോത്സവത്തിൽ വെസ്റ്റ് മാങ്ങാട് സെന്റ് ജോസഫ്സ് ആൻഡ് സെന്റ് സിറിൽസ് ഹയർ സെക്കൻഡറി സ്കൂളിന് അഭിമാന നേട്ടം. പൊതുവിദ്യാലയങ്ങളിൽ കൂടുതൽ പോയിന്റ് നേടി 1ാം സ്ഥാനത്ത് കുതിച്ചെത്തിയ വെസ്റ്റ് മങ്ങാട് സ്കൂൾ ഓവറോൾ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുട നഗരസഭാ ഓഫീസിന് മുന്നിൽ ഏകദിന നിരാഹാര സമരം നടത്തി. നഗരസഭാ ഭരണസമിതിയുടെ കെടുകാര്യസ്ഥത ആരോപിച്ചായിരുന്നു സമരം. കുന്നംകുളം പഴഞ്ഞി ചെറുതുരുത്തി കോലിയപ്പാടത്ത് മോട്ടോർ ഇല്ലാത്തത് കർഷകരെ വലയ്ക്കുന്നു. മോട്ടോർ പുരയും വൈദ്യുത കണക്ഷനും ഉണ്ടായെങ്കിലും മോട്ടോർ ഇല്ലാത്തതിനാൽ കൃഷിക്ക് ആവശ്യത്തിന് വെള്ളം പമ്പ് ചെയ്യാൻ കഴിയുന്നില്ലെന്ന് കർഷകർ. കയ്പമംഗലം പഞ്ചായത്ത് കേരളോത്സവത്തിന് തുടക്കമായി. ആദ്യയിനമായ പഞ്ചഗുസ്തി പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവിയും വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസും തമ്മിൽ മത്സരിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂർ തിരുഹൃദയ റോമൻ കാത്തലിക് ലത്തീൻ ദേവാലയത്തിൽ നടക്കുന്ന ഇടവക സംഗമത്തോടനുബന്ധിച്ച് ലഹരിക്കെതിരെ കൂട്ടയോട്ട മത്സരം സംഘടിപ്പിച്ചു. തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുൻപിൽ നിന്ന് ആരംഭിച്ച കൂട്ടയോട്ടം തൃശൂർ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ C. സാനു, വിമുക്തി മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഷഫീഖ് യൂസഫ് എന്നിവർ ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു. MLAയുടെ പ്രത്യേക വികസന ഫണ്ട് ഉപയോഗിച്ച് വടക്കാഞ്ചേരി എങ്കക്കാട് കുന്നത്തുപറമ്പിൽ സ്ഥാപിച്ച ഹൈമാസ്റ്റ് ലൈറ്റ് സേവ്യർ ചിറ്റിലപ്പിള്ളി MLA സ്വിച്ച് ഓൺ ചെയ്തു. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ MR അനൂപ് കിഷോർ അധ്യക്ഷത വഹിച്ചു. കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘ് വടക്കാഞ്ചേരി ബ്ലോക്ക് വാർഷിക സമ്മേളനം ജില്ലാ അധ്യക്ഷൻ MS ഗോവിന്ദൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. PS നാരായണൻ അധ്യക്ഷത വഹിച്ചു. മണലൂർ വെസ്റ്റ് സെന്റ് ജോസഫ് പള്ളിയിലെ വിശുദ്ധ യൗസേ പിതാവിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും തിരുനാളിന് തുടക്കമായി. രാവിലെ നടന്ന ദിവ്യബലി, പ്രസുതേന്തി വാഴ്ച, തിരുസ്വരൂപം എഴുന്നള്ളിച്ചു വെക്കൽ ചടങ്ങുകൾക്ക് ഫാദർ വർഗീസ് കുത്തൂർ കാർമ്മികത്വം വഹിച്ചു. ശ്രീനാരായണ ഗുപ്ത സമാജം ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലെ പുതിയ ഹൈടെക് IT ലാബിന്റെ ഉദ്ഘാടനം മുരളി പെരുന്നെല്ലി MLA നിർവഹിച്ചു. ശ്രീനാരായണ ഗുപ്ത സമാജം പ്രസിഡന്റ് ബിജു ഒല്ലേക്കാട്ട് അധ്യക്ഷത വഹിച്ചു. വെള്ളറക്കാട് സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിലെ തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കമായി. കൂടുതുറക്കൽ ശുശ്രൂഷയ്ക്ക് വികാരി ഫാദർ നവീൻ മുരിങ്ങാത്തേരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു.
കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മുല്ലശ്ശേരി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ സെമിനാർ നടന്നു. CPM ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. തളിക്കുളത്തെ വീട്ടിൽ നിന്നും 5 പവൻ സ്വർണം മോഷണം പോയ കേസിൽ വീട്ടിലെ ജോലിക്കാരിയെ അറസ്റ്റ് ചെയ്തു. തളിക്കുളം സ്വദേശി ഫൗസിയെയാണ് വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. പാവറട്ടി മരുതയൂരിൽ യുവാവിന് കുത്തേറ്റു. അകലാട് മൊയ്തീൻ പള്ളിക്ക് സമീപം താമസിക്കുന്ന കിഴക്കേതിൽ മുഹമ്മദ് ആദിലിനാണ് കുത്തേറ്റത്. ഉപതെരഞ്ഞെടുപ്പിൽ UDF നേടിയത് ഉജ്ജ്വല വിജയമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഷാഫി പറമ്പിലിന്റെ ഭൂരിപക്ഷത്തിന്റെ 5 ഇരട്ടി ഭൂരിപക്ഷം രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ലഭിച്ചെന്നും ചേലക്കരയിൽ LDFന്റെ ഭൂരിപക്ഷം കുറച്ചെന്നും VD സതീശൻ. സാമൂഹിക ഐക്യദാർഢ്യ പക്ഷാചരണവുമായി ബന്ധപ്പെട്ട് മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിലുള്ള 2ാമത് മെഡിക്കൽ ക്യാമ്പ് പാവറട്ടി സാംസ്കാരിക നിലയത്തിൽ നടന്നു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി പള്ളിക്ക് സമീപം പോലീസ് വാഹനം കാറിന് പുറകിലിടിച്ച് അപകടം. ആർക്കും പരിക്കില്ല. പഴവൂർ സ്വദേശി അമ്പലത്തെ വീട്ടിൽ സുനീറാണ് കാർ ഓടിച്ചിരുന്നത്. എടത്തിരുത്തി പഞ്ചായത്ത് കേരളോത്സവത്തിന് തുടക്കമായി. കേരളോത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലാ ആർച്ചറി ചാമ്പ്യൻഷിപ്പ് കൈപ്പറമ്പ് ആർട്ടിമിസ്റ്റ് അക്കാദമിയിൽ ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന മാസ്റ്റേഴ്സ് മീറ്റിൽ 3 സ്വർണ്ണ മെഡലുകൾ നേടി നാടിന് അഭിമാനമായ 62-കാരി ഉഷ മാണിയെ കടമ്പോട് ആനന്ദ കലാസമിതി വായനശാല അനുമോദിച്ചു. വായനശാല പ്രസിഡന്റ് KV ഷൈജു അധ്യക്ഷത വഹിച്ചു. കൊടകര സഹൃദയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ്, അതിരപ്പള്ളി വെറ്റിലപ്പാറ കുടുംബാരോഗ്യ കേന്ദ്രം, വനസംരക്ഷണ സമിതി എന്നിവ സംയുക്തമായി വാഴച്ചാലിൽ പ്രകൃതി റൂറൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ചാർപ്പ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ PT രാജൻ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.